ഈ ഇൻവിസിബിൾ ചെയിൻ എങ്ങനെയുണ്ട് കണ്ട പറയതൊരു തട്ടിക്കൂട്ടി ഇൻവിസിബിൾ ചെയിനാണ്. സംഭവം എൻ്റെ കയ്യിൽ മാല ഉണ്ടാക്കാനുള്ള ഒരു ഐറ്റം പോലും ഇല്ല. ക്രോഷെറ്റിന് വേണ്ടിയിട്ടൊരു ഫ്ലവർ വെക്കാനുള്ള ഒരു കമ്പി എന്ന നിലയിലാണ് ഞാനത് പർച്ചേസ് ചെയ്തത്. പിന്നെയാണ് എനിക്കത് മനസ്സിലായത് അത് ഫ്ലവർ ഉണ്ടാക്കണതല്ല, അത് മാല ഉണ്ടാക്കണതാണ്. അങ്ങനെ ഞാൻ ആ ചെമ്പ് കമ്പി പോലത്തെ സാധനം ചുരുട്ടി കൂട്ടി എൻ്റെ ഇതിനുള്ളിൽ വെച്ചേക്കായിരുന്നു. അപ്പോഴാണ് ഇൻസ്റ്റ തുറന്ന ഫുൾ ഇൻവിസിബിൾ ചെയിൻ ഇൻവിസിബിൾ ചെയിൻ. എന്തുകൊണ്ട് നമുക്കപ്പോൾ ക്രോഷെറ്റിനുള്ള ഒരു ഇൻവിസിബിൾ ചെയിൻ ആയിക്കൂടാ. പക്ഷേ ജാമ്പുവാൻ്റെ കാലത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബീഡ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഞാൻ +2 പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാധനമാണിത്. അങ്ങനെ അതിങ്ങ വെച്ച് അത് സംഭവം എനിക്ക് മാല ലോക്ക് ചെയ്യാനുള്ള ലോക്ക് ചെയിൻ ഇതൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഞാനതുകൊണ്ട് എൻ്റെ ക്രോച്ചറ്റ് ഒട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പശ. അതൊരു ഗ്ലൂ ഗണ്ണ് പോലത്തെ ഒരു സാധനം, അത് വെച്ചിട്ടാണ് ആ ബീഡ്സ് ഞാൻ സൈഡിലൊക്കെ ഇങ്ങനെ നിർത്തി കൊടുത്തത്. ബുദ്ധിക്ക് പിന്നെ പണ്ടേ കുറവില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഏറ്റവും ചെറിയ ഹൂക്കാട്ടം ഞാൻ യൂസ് ചെയ്യിക്കണത്. വിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻവിസിബിൾ ചെയിനൊക്കെ കുഞ്ഞു കുഞ്ഞു ലോക്കറ്റേ പാടുള്ളൂ. അത് ഉണ്ടാക്കാനുള്ള കുഞ്ഞു പൂൾ എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ ഈ പാവ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന പൂളുണ്ടായിരുന്നുള്ളൂ. ഉള്ളത് കൊണ്ടോണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയ പൂളായിട്ടുള്ള ഒരു മഞ്ഞ പൂളും ഒരു ബ്രൗൺ ഗ്യൂളും എടുത്തു. ആദ്യം ഞാൻ മഞ്ഞ ഗ്യൂൾ എടുത്തിട്ട് എന്തോ ഏതള പോലെ ചെയ്തിട്ട് പിന്നെ സൈഡിൽ കാപ്പി കളറൊക്കെ വെച്ചു. ഗമ പിടിക്കാത്തതുകൊണ്ട് ഞാൻ കാപ്പി കളർ ഫുള്ള് മുരിക്കളയും. പിന്നെ സെൻറ്ററിൽ അന്നത്തെ കാലത്ത് ഞാൻ ഡിഗ്രിയിൽ പഠിക്കുമ്പോഴേക്കും മിറർ വർക്ക് ഭയങ്കര ട്രെൻഡിങ്ങിൽ കയറി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിച്ച് വെച്ച കുറച്ച് മിറർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പശ വെച്ച് ഞാൻ മിറർ സെൻറ്ററിൽ കൊടുത്തൊരു മാല സെറ്റ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തവൾ പറഞ്ഞത്, ലോക്കറ്റ് കൊള്ളത്തില്ല, കാരണം ഞാൻ അതിൻ്റെ ഇതൾ മാത്രമാണ് ഉണ്ടാക്കിയത്, ഫുൾ പൂ ഉണ്ടാക്കിയില്ലെങ്കിൽ മടി കാരണം. എന്നാൽ ഞാൻ പിന്നെ ലോക്കറ്റ് ഒന്ന് മാറ്റി പിടിച്ച് ഒരു ഫ്ലവർ ഉണ്ടാക്കി കൊടുത്തു. ലാസ്റ്റത്തെ ഔട്ട്ഫിറ്റാണ് ഈ കാണുന്നത്. സംഭവം ഞാൻ മാലയ്ക്ക് ബാക്കിൽ ലോക്കൊന്നും ഇട്ടിട്ടില്ലേ, സൂചി വെച്ച് മുടിയിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ സംഭവം ഷൂട്ട് ചെയ്തെടുത്തത്. സംഭവം നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ നമുക്ക് സെറ്റാക്കിയിട്ട് ബീഡ്സും കുറച്ച് സ്റ്റോൺസൊക്കെ വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ചെയ്യാമെന്നേ. അപ്പോൾ എന്തായാലും ഓണം പ്രമാണിച്ചെന്ന് ഞാൻ പറഞ്ഞു ഞാനൊരു ഫ്ലവറിൻ്റെ ലോക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ബീഡ്സ് ഞാൻ ഈ പശ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കണിട്ട്. സംഭവം മാല ഉണ്ടാക്കണ ഇൻവിസിബിൾ ചെയിൻ്റെ ഇത് ഭയങ്കര തിന്നാന്ന് വെച്ചാൽ അയ്യോ നമ്മൾ തൊടുമ്പോഴേക്കും ചുരുങ്ങിപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമായിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ ഇൻവിസിബിൾ ചെയിൻ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ഇൻവിസിബിൾ ചെയിൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് DM ടു ഓർഡർ മൈ ഇൻസ്റ്റാ പേജ്. ഇതുപോലെയില്ല ഞാൻ നല്ലതുപോലെ ഉണ്ടാക്കും. ഇത് വെറുതെ തട്ടിക്കൂട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ട്രയൽ നോക്കണമല്ലേ. എൻ്റെ ട്രയൽ സക്സസ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ബീഡ്സും ഇതൊക്കെ ഓൺ ദ വേ ആണ്. വരുമ്പോൾ ഞാൻ ഒന്നുകൂടി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഇറക്കുന്നതായിരിക്കും. അപ്പം ടാറ്റാ. എൻ്റെ തട്ടുകൂട്ടി ഇൻവിസിബിൾ ചെയിൻ വെച്ചുള്ള കുറച്ച് ഷോ ഓഫ് കാണാം. ഇങ്ങനെയുണ്ട്, വല്ലാണ്ടായിട്ട് സൂം ചെയ്യണ്ട, കാരണം ബാക്കിൽ ലോക്കില്ല കൊളത്തൂല ഒന്നുമില്ല, ഫുൾ സൂചിയാണ്. എന്നാലും എൻ്റെ ഇൻവിസിബിൾ ചെയിൻ പൊരിച്ചില്ലേ.